ഇപ്പൊ ചേച്ചിക്ക് തന്നെ എടുക്കുവാണെങ്കിൽ മമ്മൂക്കാന്റെ കൂടെ ചെയ്യുമ്പോ അതിനകത്ത് എനിക്കൊന്ന് ഒരു ഡയലോഗ് ഉണ്ട്, നിങ്ങളൊക്കെ എന്തോ ഈ കാണിച്ചു, അങ്ങനെ ഒരു ഡയലോഗ് പറയുന്നില്ലേ. അപ്പൊ ഇമോഷണലും വരുന്നുണ്ട്, ദേഷ്യപ്പെട്ടും വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു സമയത്തൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോ എന്തൊക്കെ പ്രിപ്പറേഷൻസ് എടുത്തു ഈ ഒരു സമയത്ത്, സെറ്റ് സീനിലായിക്കോട്ടെ? അല്ല, അത് ഇപ്പൊ ശബരീഷ് പറഞ്ഞോളൂ, നമ്മൾ നേരത്തെ ഒത്തിരി പ്രിപ്പയർ ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഓൺ ദ സ്പോട്ട് വൈശാഖ് സർ എന്താണ് പറയുന്നത്, മമ്മൂക്കയുടെ ഇൻപുട്സ് എന്താണ്, അതൊക്കെ അനുസരിച്ച് നമ്മൾ ഇംപ്രൂവൈസ് ചെയ്തോണ്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സും ആണ് നമുക്ക്. ഓക്കെ, നമ്മൾ ഇതിൻ്റെ അകത്ത് ചെറിയ ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിലും ഓക്കെ എനിക്ക് അറിയാവുന്ന ഒരു ക്യാരക്ടറാണ്. നമുക്ക് ഇനി ആ സിറ്റുവേഷൻസ് എങ്ങനെ ബിഹേവ് ചെയ്യണം ആ ക്യാരക്ടർ എന്നുള്ളത് മാത്രം അത് വൈശാഖേട്ടനൊക്കെ നന്നായിട്ട് അഭിനയിച്ചൊക്കെ കാണിച്ചു തരും. ഞാനത് കോപ്പി ചെയ്താലും മതി. എനിക്ക് മമ്മൂക്കയുടെ മുമ്പിലൊക്കെ ഇമോഷണലായി ആവേണ്ടി വന്നു. മമ്മൂക്കയും ഹെൽപ്പ് ചെയ്യും, മമ്മൂക്കയും നമ്മൾ ഹെൽപ്പ് ചെയ്യും. നമ്മൾ എന്തെങ്കിലുമൊക്കെ കണ്ണൂർ സ്കോട്ടിന്റെ സമയത്തൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുമായിരുന്നു. എൻ്റെ പല ഡയലോഗ്സ് അതിൻ്റെ അകത്താണെങ്കിൽ സിംഗ് സൗണ്ടും ആയിരുന്നു, ഞാൻ കണ്ണൂർ ഭാഷയും സംസാരിക്കണമായിരുന്നു. അപ്പോൾ അതിൽ ഭയങ്കര പ്രിപ്പറേഷൻസ് വേണമായിരുന്നു. ഞാൻ ഷോട്ടിന് മുമ്പ് വരെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ, സ്ലാങ് പഠിപ്പിക്കാൻ ആളുണ്ട്. അപ്പോൾ ഇതിൽ കുറേ ടെക്നിക്കൽ വാക്കുകളൊക്കെ പറയാനുണ്ട്. അങ്ങനെ കുറേ പ്രാവശ്യം എനിക്ക് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ മമ്മൂക്കൊക്കെ വന്ന് ഭയങ്കര ഇതിനകത്ത് മമ്മൂക്കയുടെയും തെറ്റും മമ്മൂക്ക അത് പറഞ്ഞു തരും നമുക്ക്. ഇതൊക്കെ എല്ലാവർക്കും, എല്ലാ ആർട്ടിസ്റ്റുകൾക്കും സംഭവിക്കുന്ന ടെൻഷൻ അടിക്കുന്ന കാര്യങ്ങൾ എല്ലാവരുടെ ഭാഗത്തുനിന്ന് ഹെൽപ്പ്. നമുക്ക് ടെൻഷൻ അടിക്കാനുള്ള ഒരു കാര്യം ഇനിയാണുള്ളത്, ഇനി പ്രേക്ഷകരുടെ ഭാഗത്ത്. എനിക്ക് മമ്മൂക്ക എല്ലാവരെയും കംഫർട്ടബിൾ ആക്കുന്ന ആക്ടറാണ്. പക്ഷേ മമ്മൂക്കയുടെ മുമ്പിൽ വെച്ച് ഒരു ഇമോഷണൽ ഇതുണ്ടായിരുന്നു. അത് ഡയലോഗല്ല, ഡയലോഗ് ആണെങ്കിൽ ഐ തിങ്ക് ഇറ്റ്സ് ഈസിയർ. പക്ഷേ ഇമോഷണൽ റിയാക്ഷൻ ഉണ്ട് മമ്മൂക്കയുടെ. അപ്പോൾ മമ്മൂക്ക ഇങ്ങനെ ശ്രദ്ധിച്ച് അവിടെ നിൽക്കുക. അപ്പോൾ അത് നമ്മൾ അയ്യോ എന്ന് വെച്ചാൽ മമ്മൂക്ക ഒന്നും പറയുമെന്നോ വഴക്ക് പറയുന്നല്ല ഞാൻ പറഞ്ഞത്. ബട്ട് എന്താ പറയുക, ഇത്രയും വലിയൊരു ലെജൻഡറി ആക്ടറിന്റെ മുമ്പിൽ നമ്മൾ ഇമോഷണൽ റിയാക്ഷൻ വരണം. ആൻഡ് ഇറ്റ്സ് ഓൺലി എ ഷോർട്ട്, ഇത് ഡയലോഗ് ഇല്ലാത്ത പോർഷനാണ്. അപ്പോൾ നമ്മൾ അയ്യോ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആഫ്റ്റർ ദാറ്റ് ഹീ സെഡ് ഓക്കെ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പോയി. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര റിലീഫായിരുന്നു. ഈ നിരഞ്ജനയ്ക്ക് മമ്മൂക്കാന്റെ കൂടെ കോമ്പിനേഷൻ സീൻ ഉണ്ടായിരുന്നു, എങ്ങനെ ഉണ്ടായിരുന്നു ആ സമയത്ത്? ഈ പറഞ്ഞ പോലെ പ്രിപ്പറേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നോ? പ്രിപ്പറേഷൻസ് ഈ ഇവരൊക്കെ തന്നെ പറഞ്ഞതുപോലെ വൈശാഖേട്ടൻ വളരെ ക്ലിയർ ആയിരുന്നു. പ്രീവിയസ്ലി ഇപ്പം നമ്മൾ വരുന്നതിന് മുന്നേ ഒത്തിരി പ്രിപ്പയർ ചെയ്ത് വരേണ്ട ആവശ്യമില്ല, വന്നു കഴിഞ്ഞിട്ട് ബ്രീഫിനനുസരിച്ച് പോയാൽ മതി എന്ന് എനിക്ക് സ്പെസിഫിക് ആയിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ചെയ്യാനുണ്ടോ. അപ്പോൾ പുള്ളി അങ്ങനെ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. പിന്നെ നല്ല മിഥുൻ ചേട്ടൻ ഉണ്ടായിരുന്നു സെറ്റിൽ പലപ്പോഴായിട്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും വളരെ ക്ലിയർ ആണ് അവർക്ക് എന്താ വേണ്ടത്, ഓരോരുത്തരിൽ നിന്നും എന്താ വേണ്ടത് എന്നുള്ള രീതിയിൽ. കോമ്പിനേഷൻ്റെ സമയത്ത് ഈ പറഞ്ഞതുപോലെ അതിൻ്റെ സാഹചര്യമൊന്നും എനിക്ക് പറഞ്ഞുതരാൻ പറ്റില്ല ഈ പറഞ്ഞ കാര്യം കൊണ്ട് തന്നെ. പക്ഷേ കുറച്ചധികം നേരം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അവസാനം കാറ്റ് മാത്രമേ വരുന്നത്, ശബ്ദമൊന്നും വരുന്നില്ല. അല്ല, പല പല തെക്കുടക്ക് വെച്ചിട്ട് ഇങ്ങനെ എടുത്തോണ്ട് പല ആക്സസ് എടുക്കില്ലേ. അപ്പൊ കുറെ കഴിയും നമ്മൾ ഒരേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവ ട്രൈങ് ടു ബ്രിങ് ഇൻ ദ സെയിം തിങ്. അപ്പൊ കുറച്ച് അത്ര എക്സ്പീരിയൻസ് അല്ല എനിക്കുള്ളൂ. അപ്പൊ കുറച്ചേരം കഴിഞ്ഞപ്പോ ഒന്നും വരുന്നില്ല, കാറ്റ് മാത്രമേ വരുന്നുള്ളൂ. വരാൻ ആഗ്രഹമുണ്ട്, ഒച്ച വരുന്നില്ല. കറക്റ്റ് സൗണ്ട് അല്ല, അങ്ങനെയുള്ള അവസ്ഥ വരുന്നത് എന്നുവെച്ചാൽ നമ്മൾ കാരണം ഒരു ഡിലേ വരുന്നത് എനിക്ക് എന്നെ സംബന്ധിച്ച് ഭയങ്കര പ്രഷറാണ്. ആരും നമ്മൾ കാരണം ബുദ്ധിമുട്ടരുത് എന്നൊക്കെ അതിങ്ങനെ തലയിൽ വെച്ചുകൊണ്ടിരിക്കുക. അപ്പം ഈ പറഞ്ഞ നമുക്ക് ഉള്ളപ്പോ ബ്രീത് ഇൻ, ഇങ്ങനെ ബ്രീത് ഔട്ട്, അത്ര അന്നും എടുത്തോളൂ. കാരണം എനിക്കിത് ഒരുപാട് നീണ്ടുപോയത് എല്ലാവർക്കും ബുദ്ധിമുട്ടാവരുത് എന്നുള്ളത് മൈൻഡിലുണ്ട്. അതിന്റെ ശ്വാസം കിട്ടിയില്ലെങ്കിൽ അവിടെ ഞാൻ കുറച്ചെടുക്കുന്നു. അപ്പൊ അല്ല, ആ സമയത്ത് ആ പ്രഷർ കാരണം മൊത്തം മറ്റേ ഡിസ്ഫങ്ഷനലായി. അത് കഴിഞ്ഞ് അദ്ദേഹം ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഇനി അതേ ഇമോഷനില് പറഞ്ഞാൽ മതി. അത് കഴിഞ്ഞ് പിന്നെ ടേക്ക് എടുത്ത് കഴിഞ്ഞിട്ട് നിനക്ക് ഓക്കെ, ഭയങ്കര കൺസിഡറേറ്റ്, നമുക്ക് ഓക്കെ ആണോ, ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വീണ്ടും ചെയ്യണമെന്ന്. ഇനി എങ്ങാനും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒന്നും വന്നില്ലെങ്കിൽ അത് അതിലേറെ വലിയ മാനക്കേടെ. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ
അതൊക്കെ ഇനി നിങ്ങളാണ് കണ്ടിട്ട് പറയേണ്ടത്. അല്ല എന്ത് തോന്നി? നിരഞ്ജനയുടെ ആരെയും വെറുതെ വിട്ടിട്ടില്ല കേട്ടോ. അതെ, വൈശാഖ് നല്ല പണിയെടുപ്പിച്ചു. പുള്ളിക്ക് തൃപ്തി വരുന്നത് അത് വരെ ഭയങ്കര സ്പെസിഫിക് ആണ്. എന്താ വേണ്ടത്, എത്രത്തോളമാണ് വേണ്ടത്, അങ്ങനെ ഭയങ്കര കൃത്യമായ ഡയമെൻഷൻ. അത് എനിക്ക് തോന്നുന്നു, എനിക്ക് അങ്ങനെ മോർ ദൻ മൈ കോൺട്രിബ്യൂഷൻസ് ഐ തിങ്ക് അവരെന്നെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോയിട്ടേ ഉള്ളൂ ത്രൂ ദ പ്രോസസ്.